അൽഹംദുലില്ലാഹ്, നമ്മുടെ മഹത്തായ ഇർഷാദിയ അക്കാദമിയുടെ സ്വലാത്ത് മജ്ലിസ് അതിൻ്റെ സമാപനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിശുദ്ധമായ ദീനീ വിജ്ഞാനത്തിൻ്റെ പ്രചരണവും അതുപോലെ തന്നെ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി വരുന്ന ഈ സ്ഥാപനം തെക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിന്റെ അക്ഷരനഗരിയാകുന്ന കോട്ടയത്ത് ഒരുപാട് പിന്നാക്കം നിൽക്കുന്ന മേഖലകളിൽ കടന്നു ചെല്ലുകയും ധാരാളം സേവന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങളും ഇതിനകം സമർപ്പിച്ച് അതിന്റെ മുന്നേറ്റ വഴിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആത്മീയ മജ്ലിസുകളിൽ രാവിലെയും വൈകുന്നേരവും അതുപോലെ ആഴ്ചതോറും മാസം തോറുമൊക്കെയുള്ള മജ്ലിസുകളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ആളുകളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധമായ സ്വലാത്ത്, ആ സ്വലാത്തിന്റെ മജ്ലിസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ രാവ് പരിശുദ്ധമായ ഒരു വെള്ളിയാഴ്ചയുടെ രാവാണ്. നമുക്കറിയാം, ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ യൗമുൽ ജുമുഅയുടെ തലേന്ന്, വെള്ളിയാഴ്ചയുടെ തലേന്ന് വ്യാഴാഴ്ച അസ്തമിച്ച രാവിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് വിശ്വാസികളായ നമ്മളൊക്കെ സമർപ്പിക്കുന്ന ആ സ്വലാത്തിന് വലിയ മഹത്വമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ദുൽഹിജ്ജ മാസത്തിന്റെ അതിപ്രധാനമായ സമയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മഹാന്മാരാകുന്ന അമ്പിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ആ പാത പിൻപറ്റിക്കൊണ്ടാണ് ഹജ്ജാജിമാർ അല്ലാഹുവിന്റെ അതിഥികളായിക്കൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന തൽബിയത്തിന്റെ വിളിനാദങ്ങളുമായി വിശുദ്ധമായ പുണ്യഭൂമിയിലൂടെ പലായനം ചെയ്തുകൊണ്ട് കർമ്മനിരതരായി വിശുദ്ധമായ ഹജ്ജ് എന്ന ഒരൊറ്റ ലക്ഷ്യവുമായി അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ ഒരു സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുകയും വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹുവും അവിടുത്തെ മലായികത്തും ചെയ്യുകയും നിങ്ങൾ ചെയ്യുവിനെന്ന് കൽപ്പിക്കുകയും ചെയ്ത അത്യപൂർവവും അതുല്യവുമായ ഒരു മഹത്തായ കർമ്മമായ സ്വലാത്തിന്റെ മജ്ലിസാണ്. വിശ്വസിച്ചവരെ, നിങ്ങളും സ്വലാത്ത് ചൊല്ലുവിനെന്ന നമ്മളൊക്കെ സുപരിചിതമായ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ആ ഒരു ആഹ്വാനം, ആ ആഹ്വാനത്തിന്റെ വിളംബരത്തിന്റെ ഉത്തരം നൽകിക്കൊണ്ടാണ് ഇതുപോലെയുള്ള മജ്ലിസുകൾ നമ്മൾ സംഘടിപ്പിച്ചു വരുന്നത്. എന്തേ കാരണം? മറ്റെല്ലാ കർമ്മങ്ങളെക്കാൾ ഉപരിയായി പരിശുദ്ധമായ സ്വലാത്തിനുള്ള പ്രതിഫലം നമുക്കറിയാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചത് കാണാം. മൻ സ്വല്ലാ അലയ്യ സ്വലാതൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ. ആരെങ്കിലും എന്റെ പേരിൽ ഒരൊറ്റ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു അതിന് 10 മടങ്ങ് പ്രതിഫലമായി അതിന്റെ കൂലി എഴുതുകയാണ്. മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏറ്റവും അടുപ്പമുള്ള, സാമീപ്യമുള്ള, ഏറ്റവും അടുപ്പമുള്ള ഒരാളുടെ ലക്ഷണമാണ് അവിടത്തേക്ക് അറ്റമില്ലാതെ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്കൊക്കെ സുപരിചിതമാണ്.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാഹ്. ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുപ്പമുള്ള സാമീപ്യമുള്ള ആൾ എന്റെ മേൽ കൂടുതൽ സ്വലാത്തിനെ വർദ്ധിപ്പിച്ച ആളുകളാണ്. നമ്മൾ ജീവിതത്തിന്റെ തിരക്കുകളിലാണ്, യാത്രകളിലും ജോലികളിലും മറ്റു വ്യവഹാരങ്ങളിലും തിരക്കുകളിലുമാകുമ്പോ സ്വാഭാവികമായും മറന്നുപോയേക്കാവുന്ന മറ്റനേകം കാര്യങ്ങളിൽ സ്വലാത്തും നമ്മൾ മറക്കുകയാണ്. അവിടെയാണ് ഇതുപോലെയുള്ള ആഴ്ചതോറുമുള്ള മജ്ലിസുകൾ, ഹൽഖകൾ, സ്വലാത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് കൂട്ടായ്മകൾ അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഈ മജ്ലിസിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട രാവ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി നിർദ്ദേശിക്കപ്പെട്ട ഒരു രാവ് കൂടിയാണ്. അറിയാമല്ലോ, ഇന്ന മിൻ അഫ്ളലി അയ്യാമികും യൗമുൽ ജുമുഅ, നിങ്ങളുടെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് അത് വെള്ളിയാഴ്ച ദിവസമാണ്. ഫഅക്സിറു അലയ്യ മിനസ് സ്വലാ, അതുകൊണ്ട് നിങ്ങൾ ആ വെള്ളിയാഴ്ചയുടെ രാവിൽ, നിങ്ങൾ വെള്ളിയാഴ്ചയുടെ രാവിലും പകലിലുമൊക്കെ നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. എന്നിട്ട് അവിടുന്ന് പറയുന്നു, ഫഇന്ന സ്വലാതകും മഅറൂളതുൻ അലൈ, നിങ്ങളുടെ സ്വലാത്തുകൾ എനിക്ക് വ്യക്തമാക്കപ്പെടും, വെളിവാക്കപ്പെടും. മറയേതുമില്ലാതെ, തടസ്സങ്ങളില്ലാതെ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിന്റെ ബീജികൾ, വജസ്സുകൾ, മന്ത്രണങ്ങൾ മദീനയുടെ രാജകുമാരൻ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നബി തങ്ങളുടെ ഹളറത്തിലേക്ക് മറകൂടാതെ, തടസ്സം കൂടാതെ അവിടുന്ന് എത്തിച്ചു കൊടുക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അവിടുത്തെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചെല്ലാത്തവൻ വലിയ പിശുക്കനാണ്. അവിടുത്തെ പേര് കേട്ടിട്ടും സ്വലാത്ത് ചെല്ലാത്തവൻ മൂക്ക് കുത്തി വീഴട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എത്രമാത്രം ഗൗരവമുള്ള കാര്യമാണ്. ദിക്റുകളേക്കാൾ, മറ്റ് കർമ്മങ്ങളേക്കാൾ ഒരു പക്ഷേ നമുക്ക് പ്രയോജനമായ ഒരു കാര്യമാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. കാരണം നമുക്കൊക്കെ അറിയാം, മറ്റുള്ളവരെ നാം അനിഷ്ടങ്ങൾ പ്രവർത്തിച്ചതിന്റെ പേരിൽ, അവർക്ക് അഹിതങ്ങളായി അവർക്ക് ഇഷ്ടപ്പെടാത്തത് ചെയ്തതിന്റെ പേരിൽ നമ്മുടെ അക്കൗണ്ടിലുള്ള എല്ലാ കർമ്മങ്ങളെയും ഓഹരി വെക്കപ്പെട്ടുമ്പോൾ നമ്മുടെ അവനാഴിയിൽ ആയുധങ്ങളില്ലാതെ ശൂന്യമായ കർമ്മങ്ങളുമായി നമ്മൾ കൈമലർത്തുമ്പോ ആർക്കും തന്നെ വിഹിതിക്കപ്പെടാതെ, ആർക്കും തന്നെ പങ്കുവെക്കപ്പെടാതെ നമുക്ക് മാത്രമുള്ള, നമ്മുടേതു മാത്രമായ കർമ്മമായി പരിശുദ്ധമായ സ്വലാത്ത് നമുക്ക് വേണ്ടി നിൽക്കുന്നു. അതുകൊണ്ട് ആ മഹാത്മ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് സ്വലാത്തുകൾ പതിവാക്കുവാനും അതിന്റെ പ്രചാരകരാകുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധമായ അറഫയുടെ പവിത്രമായ രാവുകളിലേക്ക്, അതിന്റെ കർമ്മങ്ങളിലേക്ക്, ഹജ്ജിന്റെ മഹത്തരങ്ങളായ മുഹൂർത്തങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ്. നമ്മുടെ നാട് ബലിപെരുന്നാളിനെയും അതുപോലെ ഉളഹിയ്യത്ത് കർമ്മത്തെയും ഒക്കെ സജ്ജീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ പ്രാർത്ഥനകൾക്ക്, ദുആകൾക്ക് പ്രത്യേകമായി അല്ലാഹുവിന്റെ ഖബൂലിയത്ത്, സ്വീകാര്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നേരത്തെ ഓൺലൈനിലും മറ്റുമൊക്കെ ഒരുപാട് ആളുകൾ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെയും ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ സാരഥി, എന്റെ സുഹൃത്തു കൂടിയായ ലിയാഖത്ത് സഖാഫി ഉസ്താദ് ദുആ ചെയ്യും. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പ്രദേശത്ത് ധാരാളം തവണ ഇതിന്റെ കൂടെ നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ പലപ്പോഴുമായി സന്ദർശിക്കുമ്പോൾ അൽഹംദുലില്ലാ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. മലബാറിലെ മറ്റു മേഖലകളെ അപേക്ഷിച്ച് എല്ലാം കൊണ്ടും സൗകര്യങ്ങൾ കുറഞ്ഞ, സ്വാധീനങ്ങളും സംവിധാനങ്ങളും സ്രോതസ്സുകളും കുറഞ്ഞ ഒരു ഏരിയയാണ്.
അവിടെയാണ് ലഭ്യമായ ഈ സൗകര്യങ്ങൾ വെച്ച് മഹത്തായ ദീനീയായ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ നല്ല സുമനസ്സുകളും ഇത്തരം സംരംഭങ്ങളെ അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെയൊക്കെ ഓരോ കൈനീട്ടങ്ങൾ, നമ്മുടെയൊക്കെ വീട്ടിലെ സന്തോഷ അവസരങ്ങളിൽ നമ്മുടെ ദുആ ചെയ്യാനുള്ള, ഭക്ഷണം വിതരണം ചെയ്യാനുള്ള പരിപാടികളിലൊക്കെ ഇവിടുത്തെ കൊച്ചുമക്കളെ നിങ്ങളൊക്കെ ഓർക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സന്തോഷങ്ങളിൽ ഈ കൊച്ചുമക്കളും ഉൾപ്പെടുകയാണ്. ഇവിടെ നടക്കുന്ന ദൈനംദിന ദുആകളിൽ, അതുപോലെ തന്നെ വാരാന്ത ആഴ്ചയിൽ നടക്കുന്ന ദുആകളിലൊക്കെ ഖുർആൻ പഠിക്കുന്ന പാവപ്പെട്ടവർ, യതീമുകൾ ഉൾപ്പെടെയുള്ള ഈ വിദ്യാർത്ഥികൾ മനസ്സുപൊട്ടി നടത്തുന്ന ദുആയിൽ നമ്മുടെ ആവശ്യങ്ങൾ കൂടി പറയുമ്പോൾ അതിന് ഉത്തരമുണ്ടാകുമെന്നത് തീർച്ചയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ലിയാഖത്ത് ഉസ്താദ് ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഉസ്താദന്മാർ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ് റഷീദ്